പോയി മൊത്തം കിടന്നു നോക്കുക. 7 മണി കഴിഞ്ഞപ്പോ അമ്പലത്തിൽ പോയി. ചായ നല്ല അടുപ്പത്ത് വെച്ച മീൻകറിയുടെ ചേച്ചി കരയോ? ഇല്ല, കരയത്തില്ല. എനിക്ക് അമ്മയെ കാണണം, അച്ഛനെ കാണണം. എനിക്ക് അംഗനവാടിയില് പിള്ളേരെ കൊണ്ടുവിടുമ്പോഴേ കരച്ചില് ഞാൻ കണ്ടിട്ടുള്ളൂ. വാടക തരാത്തതിന്റെ പേരും ഹലോ, അങ്ങനെ കുറെ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് റിസോർട്ടിൽ നിൽക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കിങ്ങനെ ഹണിമൂണിനൊക്കെ പോകണം, റിസോർട്ടിലൊക്കെ പോയി നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ നമ്മളൊരു 8 വർഷം 9 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഇപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പുക്കുട്ടൻ്റെ ബാഗ് ഒന്ന് തിരിച്ച് കാണിച്ചതെന്നും പറഞ്ഞിട്ടാണ് ബാഗൊക്കെ കാണിച്ചത്. അപ്പം നമ്മളിന്ന് പോകുന്നതുകൊണ്ട് അമ്മയും അച്ഛനും നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അങ്ങനെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഡിക്കിയിലെ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ സീച്ചേട്ടൻ പറഞ്ഞു, നീ ലുലുവിൽ പോയിട്ട് ഈ ബില്ലൊക്കെ സൂക്ഷിച്ചെന്തിനാ വണ്ടി തന്നെ വച്ചേക്കുന്നതിന്. അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ബില്ലും ബാഗും എന്തൊക്കെയോ സാധനങ്ങൾ ഡിക്കിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സീച്ചേട്ടൻ ക്ലിയർ ചെയ്യുമ്പോഴത്തേനും അമ്മ ഉണ്ടായതുകൊണ്ട് അമ്മ പെട്ടിയെല്ലാം ഉരുട്ടി കൊണ്ട് വെക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ 2 ദിവസം 3 ദിവസം നിൽക്കാനാണെങ്കിൽ പോലും 10-20 ഡ്രസ്സ് വേണം. സത്യം പറഞ്ഞാൽ അപ്പുക്കുട്ടനായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആവേശം. അമ്മ ഈ ഫോണിൽ കളിക്കുന്ന വേറെ ഒന്നുമല്ല, ക്യാൻഡി ക്രഷ് ആണ്. 26,000 അങ്ങാണ്ട് ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അഡിക്ഷൻ ആണ്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ ആ ഡിക്കി അങ്ങ് അടച്ചേ. അപ്പുക്കുട്ടനാണെങ്കിൽ ഇപ്പം സീച്ചാറിനെ കണ്ട് കുറേ കാര്യങ്ങൾ കോപ്പി അടിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ ഇടുന്നതിന് മുമ്പ് ചെരുപ്പൊക്കെ തുടച്ചിട്ട് ഇടുക എന്നുള്ളത്. ഇവന് ഞാൻ 2 ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെരുപ്പ് അത് നല്ലതാണ്, പക്ഷെ ഇവൻ ഇങ്ങനെ ഫുട്ബോൾ തൊട്ടാൻ നടക്കുന്നുണ്ട്, അത് എപ്പോഴും മണ്ണും പൊടിയായിരിക്കും. ഇത് പുറത്തിടുന്ന ചെരുപ്പാണ്, ഇത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഇടാവൂ, അല്ലെങ്കിൽ വന്നിട്ട് ഇത് ഷൂറാക്കിൻ്റെ അടുത്ത് സേഫായിട്ട് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലിലിടുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ഇത് കഴുകി തുടച്ച് വൃത്തിയാക്കി അവൻ്റെ കാലും തുടച്ചിട്ടാണ് ചെരുപ്പ് കാലിലോട്ട് ഇടുന്നത്. മോളി മൊത്തം കിടന്ന് നോക്കുക. ബാത്റൂമും തുറന്നു കിടക്കുന്ന ഈ കഥ കുറ്റിയിട്ടിട്ടില്ല കേട്ടോ. ഈ കഥ തുറന്നു കിടക്കോ, കുറ്റിയിടണേ. പിന്നെ പോയിട്ട് വരട്ടെ. ഞാൻ ബാത്റൂം നോക്കി, മോളി നോക്കി, അവിടെ എല്ലാം നോക്കി. എന്നാ പറയാൻ നോക്കിയിട്ട് മുകളിൽ ബെഡ്ഷീറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അച്ഛനെ അവിടെ എല്ലാം നോക്കി കേട്ടോ. അതിൻ്റെ പരാതിയാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത്. പിന്നെ ബെഡ്ഷീറ്റ് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ തണുക്കുന്നതെന്ന് പറഞ്ഞ് അപ്പുക്കുട്ടൻ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കും. അതായത് ഞാൻ ഈ തിയേറ്ററിൽ പോകുമ്പോഴും മാക്സിമം, അതായത് ഈ ആശീർവാദ് പോലെയുള്ള തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കും കേട്ടോ. കാരണം അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അവനതങ്ങ് ബാക്കിൽ പുതച്ചിരിക്കും. ഉറങ്ങണമെങ്കിൽ പുതച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സീച്ചേട്ടൻ സൺഗ്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട് അപ്പുക്കുട്ടൻ അത് ഓടിപ്പോയി എടുത്ത് കേട്ടോ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും വേഗം കാറിൽ കയറി. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റായി കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ സേഫായിട്ട് ഇരുത്തിയിട്ട് ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ ടാറ്റ പറഞ്ഞു. കഥയൊക്കെ അടയ്ക്കണേ, കഥയൊക്കെ അടയ്ക്കണേ. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് ചേച്ചിയെ വിളിക്കാനാണ് കേട്ടോ. ചേച്ചിയും സാകേതും ഉണ്ട് നമ്മുടെ കൂടെ. ഇത് നമ്മുടെ ഉമേനല്ലൂർ വയലാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ ഈ വയൽ. വൈകുന്നേരം ആകുമ്പോഴത്തേന് പഴയ പോലൊന്നും അല്ല, ഭയങ്കര തിരക്കും കച്ചവടവും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. അങ്ങനെ ഒരു 4-5 മിനിറ്റ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഞാൻ 8 മണിക്ക് റെഡി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞതാണ്. 9 മണിയായി കേട്ടോ എത്തിയപ്പോഴത്തേന്. ഓണടി കേട്ടപ്പോഴത്തേന് ചേച്ചി ഇതേ ഒരുങ്ങി റെഡി ആയിട്ട് വന്ന് ഗേറ്റ് തുറക്കുകയാണ്. എന്തിനാ അകത്ത് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അമ്മ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ദോശയാണോ ഇഡ്ഡലിയാണോ എന്ന് എനിക്കറിയത്തില്ല, എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് പോവാം. ഇതാണോ 8 മണിന്ന്? രാവിലെ എത്ര മണിക്ക് എണീറ്റാ? ഞങ്ങൾ 7:30 എണീറ്റ്. സമയത്ത് ഇങ്ങനെയെങ്കിലും വരുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് 8 മണിക്ക് മുന്നേ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക. ദോശയാണോ അമ്മ? രാവിലെ അമ്പലത്തിൽ പോയല്ലോ. രാവിലെ അതുകൊണ്ട് തന്നെ 7 മണി കഴിഞ്ഞപ്പോ അമ്പലത്തിൽ പോയി. ആണോ? നിങ്ങൾ എങ്ങനെ വരുമെന്ന് പൂജയും കണ്ടിട്ട് വെറുതെ. പിന്നെ കഴിക്കെടുത്ത് കഴിക്കാം.
ഇല്ല മോനെ കിട്ടത്തില്ലായിരിക്കും. നിനക്ക് ഈ വയസ്സാം കാലത്ത് ചായ ഒക്കെ കുടിക്കണം. ഈ അപ്പൂപ്പന്മാരെ ഇതൊക്കെ പറയുന്നത്. ഈ അച്ഛന്മാരെയൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോഴേ എനിക്ക് കറക്റ്റ് സമയത്ത് കഞ്ഞി വേണം, ഇന്ന സമയത്ത് ചായ വേണം, അതുപോലെ പറയുന്നത് കേട്ടോ. എനിക്ക് ചായ വേണമെന്ന്. നിനക്ക് ചായ ആ ശീലം 2 ദിവസം നിൽക്കുമ്പോ ശീലം 2 ദിവസം നിൽക്കുമ്പോ മാറിക്കോളും. അല്ല ഞാനിത് ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവൻ കറക്റ്റ് സമയം വേണ്ട, കറക്റ്റ് സമയമാകുമ്പോ ചായ അമ്മ ചായ ഇല്ല. സിനിമയ്ക്കകത്ത് അമ്മ ചായ ആ ശീലമൊക്കെ മാറും. ശീലങ്ങളെല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. എൻ്റെ അപ്പുക്കുട്ടന് ആഹാരം കഴിക്കാൻ വലിയ പാടാണ് കേട്ടോ. അമ്മയുടെ കടലക്കറി ആയിരുന്നേ, നല്ല കുറുകിയ നല്ല കടലക്കറി. അപ്പം വരാത്തപ്പോൾ ഞാൻ അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചത്. അപ്പോഴത്തേനും ഒരു ഭാഗം നിന്നിട്ട് ഒറ്റ പോക്ക്. ഇനി ആ പോകുന്ന വഴി പുല്ല് പോലും കിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്ലേറ്റിന് ഒരു ദോശ എടുത്ത് കൊടുത്തിട്ട് ചേച്ചി പറഞ്ഞ് ചേച്ചി പിച്ചി കൊടുക്കാമെന്ന് കേട്ടോ, ഇല്ലെങ്കിൽ അവനത് കഴിക്കാൻ. ഞാൻ ദോശ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സാകേത് വന്ന് എന്നോട് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ട്രിപ്പിന് പോകാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചെന്ന്. എന്തുകൂടെ വാങ്ങിച്ചത്? ചിപ്സൊക്കെയാണ് വാങ്ങിച്ചത്. എന്നിട്ട് അത് എന്തിയേ രാത്രി അവൻ അതിരുന്ന് മൊത്തം തിന്ന് തീർത്തുന്നു കേട്ടോ, കൊതി കൊണ്ട്. അതാണ് ഈ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്നത്. ദോശയൊക്കെ കഴിച്ച് കൈ കഴുകി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഇവിടെ അടുപ്പത്ത് മീൻകറി വെച്ചോണ്ടിരിക്കുകയായിരുന്നേ, ഗ്യാസ് ക്ഷാമം കൊണ്ട്. എന്തുവാ മീൻകറി ഗ്യാസ് ക്ഷാമം കൊണ്ട്. അയ്യോ അയ്യോ, നല്ല അടുപ്പത്ത് വെച്ച മീൻകറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയാണ്. അത് ഞാനങ്ങ് കയറി പോയില്ലേ, പിന്നെ അതുകൊണ്ടാ തിളക്കാൻ. ഇനി ചോറും വേവിക്കും. പാവാടയും ജീൻസും കൂടെ മിക്സ് ചെയ്ത പ്രത്യേക ഇതെല്ലാം ഇവിടെ നടക്കുമ്പോഴും അച്ഛനാണെങ്കിൽ പുതിയ ഏതോ ചെടി വാങ്ങിച്ചത് അവിടെ നടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ എന്തെങ്കിലും കാണിക്കും, ഞാൻ എൻ്റെ പണി തീരട്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അവിടെ ചെടി നടുവായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും വലിച്ച് പെട്ടിയൊക്കെ എടുത്ത് കാറിൻ്റെ അകത്തോട്ട് വെച്ച് വലിച്ച് കയറ്റി ഞങ്ങൾ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് ഇറങ്ങുവാണ്. അതെ അമ്മ വിചാരിച്ചാണോടാ, പൊട്ടനും പോയി ചട്ടിയും പോയി ബോട്ട് കിട്ടി. എനിക്ക് അറിഞ്ഞൂടാ മോനെ. ശ്രുചേച്ചി കരയുവോ? ഇല്ല, കരയത്തില്ല. സത്യമായിട്ടും ഗൈസ് വീട്ടിൽ അവിടെ ചെന്ന് കഴിയുമ്പോ മിക്കവാറും കരയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അമ്മയെ കാണണം, അച്ഛനെ കാണണം. അതേടാ, നിങ്ങളുടെ അത്രയും പോലും പക്വതയില്ലടാ ആ സാധനത്തിന്. മിക്കവാറും നീ കണ്ടോ? ബസ് കയറി തിരിച്ചു വരണം, മറ്റേ ലഗേജ് ഒക്കെ എടുത്തിട്ട്. അമ്മേ അച്ഛാ ഞാൻ വന്നു. ഇന്ന് രാത്രി അമ്മേ അച്ഛാ എനിക്ക് ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. ഒരു രസമില്ല അമ്മ അച്ഛാ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടാ. അതിലെ സ്റ്റാൻഡ് ഫാൻ ഉണ്ടല്ലോ അടുത്ത് വെച്ചിരിക്കായിരുന്നു. ഞാൻ ഉറക്കത്തിൽ എനിക്കില്ല ടേബിൾ ഫാൻ, അതിന്റെ ഇത് പെഡസ്ട്രൽ ഫാൻ എന്നല്ലേ അങ്ങനെ. അപ്പോഴത്തേക്ക് ഞാനേ ഇല്ല കട്ടിലി അറ്റത്ത് കിടക്കുന്നോണ്ട് കൈ വെക്കാനും ഇതാക്കാനും സ്ഥലമില്ലാതെ ഞാൻ വിചാരിച്ച് കസേര എന്നും എടുത്തിട്ട് കസേര എന്നും പറഞ്ഞ് ഫാനങ്ങ് പിടിച്ചിട്ട് ഭാഗ്യത്തിന് എന്റെ ആ പുറത്തോട്ട് ആ കട്ടിലിന്റെ അടുത്തോട്ടാ വീണത്. ഇല്ലെങ്കിൽ തറയെ വീണതിനെ അതൊന്നല്ല ഒടിഞ്ഞാന്. എന്നാ പിന്നെ അച്ഛൻ ചേച്ചിയുടെ നടു ഒടിച്ചാന്. നീ അത് വാങ്ങി വെച്ചിട്ട് പോയാ മതി. ഞാൻ പിന്നെ അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ദൂരോട്ട് നീക്കി വെച്ചു. അല്ല അച്ഛനെ ഓടിക്കണ്ട, നീ ആ വഴി അങ്ങ് പൊക്കോ, തിരിച്ചു വരണ്ട. തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഞാൻ ഓർത്തത് എന്റെ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാണ്ട് വന്ന് നിക്കുവാണ്. കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല, ഇത് അമ്മയുടെ കണ്ണാടിയാ. അമ്മയാണെങ്കിൽ അതുകൊണ്ട് ഫോണും എടുത്തോണ്ട് താണ്ട വഴിയിൽ വന്ന് നിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വള ഞാൻ ഊരി അവിടെ മറിയാതെ മറന്നു വെച്ചു, അതും മോതിരവും കൂടി എടുത്ത് തരാൻ പറഞ്ഞേ. അങ്ങനെ അമ്മ അത് രണ്ടും എടുത്ത് വഴിയിൽ വന്ന് നിപ്പുണ്ടായിരുന്നു. കൂട്ടത്തിൽ ചാർജറും കൊണ്ടുവന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ആ ചാർജർ എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ വേറെ ചാർജർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അമ്മയ്ക്ക് ടാറ്റ പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഒരു ടോക്ക്
പഠിക്കത്തില്ല. അങ്ങനെ ഒരു 80-90 കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ദൂരം. അങ്ങനെ പകുതി എത്തിയപ്പോഴത്തേന് എൻ്റെ പൊന്നുമക്കളെ റോഡ് കാണണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടം കിടക്കുന്ന പോലെ അവിടുന്ന് ഇങ്ങനെ നമ്മുടെ എന്തോ പറയുന്ന ഈ വള്ളിച്ചെടി ഉണ്ടല്ലോ അതൊക്കെ പടന്ന് നിപ്പുണ്ടായിരുന്നു. നമ്മളൊരു 11:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ബോട്ട് കയറി അപ്പുറത്ത് പോണം അല്ലേ? ഓക്കേ. എന്താടാ കുഴഞ്ഞ് നല്ല അതെടുക്കണം, അത് ബാഗിൽ വെക്കണം. അത് നമുക്ക് ഉരുട്ടാം. പറയുന്നുണ്ടോ എനിക്ക് ഓട്ടിക്കറാൻ പേടിയാ. എനിക്കും പേടിയല്ല. ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നീന്തൽ അറിയാൻ വയ്യാത്ത എല്ലാവരുടെയും മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇതാ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. അത് തിരിച്ചായിട്ടത്. പിന്നെ അടുത്തായോണ്ട് കുഴപ്പമില്ലായിരുന്നേ. ബോട്ട് ഭയങ്കര സ്ലോയിലാണ് പോയത്. കരയിലോട്ട് അങ്ങോട്ട് ചേർന്നപ്പോഴത്തേന് ആദ്യം 2 പേരും കൂടെ ഇറങ്ങി പുറത്തിറങ്ങി കേട്ടോ. അപ്പോഴാണ് അവർക്ക് നല്ല ജീവൻ പുറത്തു വന്നത്. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റിസോർട്ടിൻ്റെ അകത്തോട്ട് പോവുകയാണേ. ഗൈസ്, ഇവിടെ വീട്ടിൽ പോണം എന്ന് പറയുന്നവരൊക്കെ ഇപ്പൊ പോകില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ ഓടായോണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതോ ഇനി വെള്ളം അവിടെ പൊക്കോണ്ടിരിക്കുന്നതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തന്നു. അത് ഞാൻ കുടിച്ചില്ല കേട്ടോ. കാരണം മധുരം ഇതെല്ലാം കൂടെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പുളിയാണോ? അത് വേണ്ട. ആ ഒരു തന്ന വെള്ളം ഞാൻ കുടിക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അപ്പു. അതായത് നമ്മുടെ പോപ്പിൻസും കോലുമുട്ടായും കൂടെ അടിച്ച് മിക്സാക്കി തന്ന വെള്ളമാണോ എന്നാട്ടോ അവൻ ചോദിച്ചത്. അപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോഴത്തേന് സാകേതും ഒപ്പം കൂടെ ആദ്യം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. 2 റൂം ഉണ്ടായിരുന്നു. ചേച്ചിക്കും സാകേതിനും വേറൊരു റൂം, നമുക്ക് 3 പേർക്കും വേറൊരു റൂം. അങ്ങനെയായിരുന്നു. രണ്ടും പക്ഷേ അപ്പുറവും ഇപ്പുറവും ആണ്. തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ, തൊട്ടിപ്പുറത്തെ എൻ്റെ. അയ്യോ കുഴഞ്ഞ്. അവരെല്ലാം പുറത്തിറങ്ങി നിന്ന് ഐസ്ക്രീം കുടിക്കുന്നു. ഞാൻ 2.5 മാസം കണ്ടായി കേട്ടോ. എന്നുവെച്ചാൽ ചോക്ലേറ്റും മധുരമൊക്കെ കഴിച്ചിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ കഴിച്ചതല്ലേ. ഇച്ചിരി അപ്പൂൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് കഴിച്ചു. ഐസ്ക്രീമിൻ്റെ ചോക്ലേറ്റ്. ഒരു ദിവസമല്ലേ, സാരമില്ല. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കിടന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ബുഫേ ആണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, നിങ്ങൾ നല്ലതായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ. അതല്ലെങ്കിൽ നല്ല വിലയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഫുഡിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവർ താണ്ട പൊറോട്ട കേട്ടോ വാങ്ങിച്ചത്. ഞാനാണെങ്കിൽ എനിക്ക് ചോറ് മതിയായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് കറികളെല്ലാം നമ്മൾ ഓർഡർ ചെയ്യണം. അതായത് എല്ലാ കറികൾക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിയിൽ ഇതുപോലെ മീൻ തീറ്റ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നല്ല മുട്ട മീനുകൾ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ ഞങ്ങൾ തീറ്റ വാരി എറിഞ്ഞു കൊടുത്തു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഏണിയും പാമ്പും കളിക്കുമ്പോൾ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ പോത്തില്ലേ, ആ രീതിയായിരുന്നു കേട്ടോ. എങ്ങോട്ടാ വഴി എന്നൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് തോന്നുമെങ്കിലും 2ാമത്തെ തവണ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ വഴികളൊക്കെ. അപ്പോൾ അതാണ്ട് ഈ കാണുന്നതിൽ അപ്പുറത്തതും ഇപ്പുറത്തതുമാണ് കേട്ടോ ചേച്ചിയുടെയും ഞങ്ങളുടെയും റൂം. മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. പിള്ളേരെയും കൊണ്ട് ചേച്ചി കളിക്കാൻ വേണ്ടി അപ്പുറത്തോട്ടങ്ങ് പോകും കേട്ടോ. അവരാണെങ്കിൽ ഫോണിലും ടാബിലും ഒക്കെ ഈ ഉച്ച സമയത്ത് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. ആ സമയത്ത് അവർ കളിക്കാനായിട്ടും കയറും. അല്ല, ഇത് മൊത്തം എടുത്തോണ്ട് പോകും നിങ്ങളുടെ ലഗേജ്. അപ്പൊ ഇവർക്ക് ഡ്രസ്സ് മാറും, അതും ഇതൊന്നും വേണ്ടേ? പുറത്തിറങ്ങ്. നിങ്ങൾ പുറത്തിറങ്ങ്. വാടക തരാത്തതിന്റെ പേരും ഞങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. പോ, രണ്ടും പോ. നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തത് തന്നെ ആയിരുന്നു കേട്ടോ ചേച്ചിയുടെ റൂം. അപ്പോൾ അതിൻ്റെ അത് കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളായിരുന്നു കേട്ടോ. അതായത് അവിടെ ഇരിക്കുന്ന കലം ഇവിടെ ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങളുടെ വ്യത്യാസം മാത്രം കേട്ടോ. അപ്പോൾ ഈ ബാക്കിലത്തെ ഈ ഡോറ് തുറന്നിറങ്ങിയാൽ നമ്മുടെ ബാക്കിലത്തെ സൈഡിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ
ഈ പിള്ളേർക്ക് വന്നപ്പോൾ തൊട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയാണെങ്കിൽ അവരെ നേരത്തെ അങ്ങ് കൊണ്ടുപോയി. അപ്പം ഞാനത് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെന്നു. അപ്പോൾ രണ്ടും കൂടെ ദാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പോ, നടുക്കോട്ട് പോ. അവന്മാര് വെള്ളം കണ്ടിട്ടില്ലാത്ത കൂട്ട് കിടന്ന് സ്വിമ്മിംഗ് പൂളിൽ അടിച്ച് പൊളിച്ച് ആ വെള്ളം മൊത്തം കുടിക്കുക. ഞാൻ എന്നോട് ചേച്ചേട്ടൻ പറഞ്ഞു നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിയാം, നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു വരാം, നല്ല രസമുണ്ടെന്ന്. എന്നാൽ പിന്നെ നേരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോവാന്ന് വിചാരിച്ചു കേട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ചായ കുടിക്കണമെന്നും പറഞ്ഞ് താപ്പോട്ട് അങ്ങ് പോയി കേട്ടോ. ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ഏട്ടനെ തപ്പി താപ്പോട്ട് ഇറങ്ങി. അപ്പം നേരെ ചെന്നിട്ട് വലത്തോട്ട് ചെന്നപ്പോഴത്തേന് അവിടെ ഇങ്ങനെ ഒരു ടീ സ്റ്റോള് പോലെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നേ. അവിടെ ചെന്ന് നമുക്ക് മറ്റേ ചായയോ പിന്നെ എന്തുവാ കപ്പലണ്ടി മുട്ടായിയോ ഒക്കെ കഴിക്കാമായിരുന്നു. അർജുനാന്നും പറഞ്ഞ് മറ്റേ അമ്പും ഏതും ഒക്കെ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. കഴിഞ്ഞ ജന്മത്തെ അർജുനായിരുന്നു എന്ന് പറഞ്ഞു. സിച്ചേട്ടൻ എന്താ പറഞ്ഞേ? അർജുന് ഞാനത് കുറച്ചു നാളായിട്ട് ഇപ്പൊ മഹാഭാരത് കഴിഞ്ഞു. മഹാഭാരതത്തിൽ നിന്ന് വന്ന് കുറെ നാളായി. മറ്റേ കിളിയുടെ കണ്ണിലെറിയാൻ പറയുമ്പോ കിളിയുടെ നല്ല എയിമുണ്ടായിട്ട് എങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റും. അവര് മലയാളികളല്ല. കളിച്ചവിടെ വിട്. ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോവാൻ. അപ്പൊ അതീ ചാടണ്ടടാ, വേണ്ടടാ. ഇത് പണ്ട് ഞാൻ വിചാരിച്ചായിരുന്നു ഇത് കാറ്റത്ത് എങ്ങനെ പറന്നു പോകാതെ ഇരിക്കുമെന്ന്. ഇതിൻ്റെ അകത്തെല്ലാം വെള്ളം നിറച്ചേക്കും, അതുകൊണ്ട് ആ കാറ്റത്ത് പറക്കാത്തത്. കുറച്ചു നേരം എല്ലാവരും കൂടെ ചെസ്സൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പാട്ടും പാടിയിരുന്നു. എന്റെ ഭാഗം എന്നാലും എനിക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്നതിന് പല കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഈ മീനെ കൊണ്ട് കൊത്തിക്കുന്ന ഏർപ്പാട് കണ്ടത്. പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു, പക്ഷെ ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പണ്ട് താറും ചെയ്തിട്ട് അവരുടെ കാലെന്തോ പോയെന്നൊക്കെ ഉള്ളത് കണ്ടുകൊണ്ട് തന്നെ നല്ല പേടിച്ചാണ് ഞാനും ഏട്ടനോടെ കയറിയിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പു താണ്ട ഈ വണ്ടി ഓടിച്ചിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് ചെന്നു. കാരണം 7 മണിക്ക് എനിക്ക് ഫേസ് യോഗ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് റൂമിലോട്ട് ചെന്നു. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടെങ്കിലും ഒരു 3 ദിവസമെങ്കിലും ഞാൻ മാക്സിമം കയറാൻ നോക്കാറുണ്ട് കേട്ടോ. ഇത് ആദ്യം ഞാൻ മാത്രമാണ് ചെയ്യാൻ നിന്നത്. പിന്നെ ഇത് കണ്ട് സീച്ചേട്ടൻ ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ റിസൾട്ട് ഉണ്ടോ എനിക്കിപ്പോൾ എന്താണെന്നറിയാമോ, ഒരു അരമണിക്കൂർ ഒരു മനസമാധാനമാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബ്രീത്തിങ്ങും കാര്യങ്ങളും സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസമാധാനമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസം എല്ലാം കയറാറുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അപ്പുക്കുട്ടനും ശ്രുചേച്ചി സാഗേതും കൂടെ അപ്പുറത്തെ റൂമിൽ കിടന്ന് മല്ലിടുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എന്തോ ലാപ്ടോപ്പോ എന്തോ എടുക്കാല്ല ടാബ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നായിരുന്നേ. എന്തോ അവിടെ ഇരിപ്പുണ്ടല്ലോ, എനിക്കൊന്ന് എടുത്തു തരുമോ? സ്നേഹമുള്ള ഭർത്താക്കന്മാരെല്ലാം എടുത്തു തരും അല്ലേ ഗൈസ്? ഇവിടെ യോഗയ്ക്ക് ഞാൻ പിടിച്ചിരുത്തിയതാട്ടോ. സീച്ചേട്ടനെ ഒട്ടും താല്പര്യമില്ല. ഞാൻ പിടിയാലെ പിടിച്ചിരുത്തും. എല്ലാ ദിവസവും വീട്ടിലുള്ളപ്പോൾ ഞാൻ പിടിച്ചിരുത്തും. ഇങ്ങനെ നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്ത് ഇപ്പം നമ്മൾ 2 മാസമായി അല്ലേ? ഞാൻ 2 മാസമായി. ഞാൻ 2 മാസമായി ചെയ്തു തുടങ്ങിയിട്ട്. സീച്ചേട്ടൻ 1 മാസം ആയിട്ടില്ല. 2 ദിവസമൊന്നുമല്ല, പേയ്മെന്റ് കൊടുത്ത 1 മാസത്തെ കൊടുത്തു. എന്നിട്ട് ആകെ കുറച്ചേ കയറിയുള്ളൂ. സീച്ചേട്ടൻ വല്ലപ്പോഴും വീട്ടിലുള്ളപ്പോൾ ഞാൻ പിടിച്ചു കയറ്റിയിരുത്തും. നല്ല കത്തി റേറ്റ് ഫുഡിന്.
നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ എങ്ങനെയാണെന്നറിയോ, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോറ് വേണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം, അവിയൽ വേണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം, അങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ രാത്രിയിലത്തെ നല്ല ഫുഡായിരുന്നു, ഒരുവിധം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒരു ചിക്കൻ കറിയോ ചിക്കനോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈ കൂട്ടിയാണ് കഴിച്ചത്. ഇന്നിപ്പോൾ ഞാൻ ഡബ് ചെയ്യാനിരുന്നുകൊണ്ട് സീച്ചാറിൻ്റെ അടുത്തപ്പോൾ എന്തുകൊണ്ട് ചിക്കൻ, ഞാൻ ഉദ്ദേശിച്ചത് ചില്ലി ചിക്കനാണ് കേട്ടോ. ഇവർക്ക് എന്നെ കേട്ട് ഇപ്പം നല്ല പരിചയമാണ്. എൻ്റെ വായിലിങ്ങനെ അറിയാതെ തലതിരിഞ്ഞ് വരുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് വച്ചു പിടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വരിക കേട്ടോ. രാത്രിയിലത്തെ മറ്റേ ചിക്കൻ കറി നല്ലതായിരുന്നു, അത് നല്ലതായിരുന്നു കേട്ടോ. ചപ്പാത്തി നല്ലതായിരുന്നു. ഉച്ചക്കത്തെ വൻ ഫ്ലോപ്പ്, വെള്ളത്തില്ല. അതെ, റൂമിലെത്തി കുറച്ചു നേരം എല്ലാവരുമായിട്ട് കാര്യം പറഞ്ഞിരുന്നിട്ട് ഞാൻ ദാണ്ട ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. രാവിലെ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ഇറങ്ങിപ്പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദാണ്ട സിനിമ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പഴയ സിനിമ ഞാനും ഉപ്പക്കുട്ടും കണ്ട് കുറേ നേരം ചിരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മുടിയും കെട്ടി ലിപ്സ്റ്റിക്കും ഇട്ട് പല്ലും തേച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അവരൊക്കെ നേരത്തെ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അതായത് ശ്രുചേച്ചിയും അപ്പും എല്ലാവരും കൂടെ അങ്ങോട്ട് നേരത്തെ ചാടിയിട്ടുണ്ട്. ഞാനും ഏട്ടനും കൂടെ കുറച്ച് ലേറ്റായിട്ട് കേട്ടോ ബാക്കിലോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ശ്രുചേച്ചി കണ്ടിരുന്ന് കരയാണ്. ഞാനെന്തോ കുഞ്ഞുമാവയാ. അതെ അതെ അതെ. അല്ല അംഗനവാടിയില് പിള്ളേരെ കൊണ്ടുവിടുമ്പോഴേ കരച്ചില് ഞാൻ കണ്ടിട്ടുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നലെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്തോ ഇറങ്ങിയേ പറ്റൂന്ന്. അപ്പൂനാണ് കേട്ടോ ആവേശം. ഞാൻ പറഞ്ഞു, നീ അപ്പുറത്തോട്ട് ഇറങ്ങണ്ട, നീ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നിടത്ത് നീ ഇറങ്ങിയാൽ മതി. കുറച്ച് നേരം അവിടെ ഇറങ്ങിയിട്ട് അവൻ ഇപ്പുറത്തോട്ട് ചാടി. ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു കേട്ടോ, റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങത്തില്ല, ഞാൻ സൈഡിലിരിക്കത്തേ ഉള്ളെന്ന്. ഞാൻ ഇപ്പം ശരിയാക്കി തരാം, മതി സൈഡിലിരുന്നാൽ മതി. ചാടിക്കോടെ, ചാടിക്കോ. ഓക്കെ, ഞാൻ പിടിക്കത്തില്ല മുങ്ങിയ, സത്യമായിട്ട് എനിക്ക് നീന്താൻ അറിയത്തില്ല. സായതേ ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് വേണ്ട. നീന്തുന്ന പോലെ കാണിക്കാം, പക്ഷെ അണ്ണനെവിടെ? അണ്ണൻ ഇറങ്ങണ്ടേ? വരൂ ഇപ്പൊ. അമ്മ ഇറങ്ങ്, ഫോൺ അവിടെ വൈ, ഇറങ്ങ്, വാ ഇറങ്ങ്. ആ അത്ര ഓ ഇറങ്ങി. ആ എനിക്കും വേണം. ഒരു മണിക്കൂർ പിന്നെ അവിടെ കിടന്ന് തിമിർതാടി എന്തൊക്കെയോ കളിയായിരുന്നു കേട്ടോ. അങ്ങോട്ടൂടെ ഇങ്ങോട്ടൂടെ. അപ്പു ആണെങ്കിൽ മുഖത്തോട്ട് വെള്ളം തെറിപ്പിക്കായിരുന്നു കേട്ടോ. അവനെ ഒരു സൈഡിലോട്ട് ഞാൻ നീക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സീച്ചേട്ടൻ മുകളിലോട്ട് അങ്ങ് കയറിയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഷവർ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് കുളിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്ലോറിൻ വെള്ളം അല്ലാതെ നല്ല വെള്ളത്തിൽ കുളിച്ച് കയറാം. എന്തിനാണ് എപ്പോഴും ചെന്നത് തുറന്നു നോക്കുന്നത്? ഈ പൂട്ടിയ കഥക്ക് പിന്നെയും പൂട്ടിയൊന്ന് ശ്രുചേച്ചി ഒരു 3-4 തവണ നോക്കും കേട്ടോ. അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് അതത് പിറ്റേ ദിവസമാണോ എന്തായാലും ഞാൻ മറന്നു പോയിട്ടുണ്ട്. കണ്ട് ഈ ഒരു മഞ്ഞ പൂ കണ്ട ഇതിൻ്റെ മുട്ടെടുത്ത് തലയിൽ വെച്ചാൽ ഇങ്ങനെ പ്ലിപ്പ് എന്നൊരു സൗണ്ട് കേൾക്കും. നമ്മൾ ഇങ്ങനെ അവിടെ കാണാൻ പിന്നെയും അങ്ങ് ഇറങ്ങി. ഇങ്ങട് പോവാ, ഇതുവഴി പൊക്കോ മുന്നാ. അവിടെ അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ ഉണ്ട്. വണ്ടി അതുവഴി കണ്ടൊക്കെ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ ആ സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ. എന്നിട്ട് അവിടെ ടേബിൾ ടെന്നീസ് കളിക്കുമായിരുന്നു അപ്പുക്കുട്ടൻ. ആദ്യം അവൻ ആ നാക്ക് കിട്ടിയില്ല, പിന്നെ നാക്ക് കിട്ടി 2 കളിയായിരുന്നു കേട്ടോ. അവസാനം അച്ഛനും മോനും കൂടെ തീർന്ന് കളിച്ചു.
അങ്ങനെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ദിവസങ്ങളൊന്നും അങ്ങോട്ട് ഓർമ്മയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മീനിൻ്റെ തീറ്റ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മുട്ടൻ കരിമീനും മുട്ടൻ നമ്മൾ ഈ കറി വെച്ചും വറുത്തും കഴിക്കുന്ന മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പു എവിടെ പൂ കണ്ടാലും അതെനിക്ക് എടുത്തുകൊണ്ട് തരുവേ. ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് 2 ദിവസം പോയി. ഇന്നോട് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് പോയി. അതാ ആ ആദ്യത്തെ ദിവസം ഈ വഴി കൂടെ വന്നപ്പോൾ മറ്റേ ഏണയും പാമ്പിൻ്റെ അകത്തും വഴി കണ്ടുപിടിക്കുന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. കാരണം ഇങ്ങനെ പോകുമ്പോൾ ഏത് വഴി കൂടെ വളയേണ്ടതെന്നൊക്കെ. പക്ഷേ പിന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഈ കാണുന്നതെല്ലാം വളരെ പൊടി കുഞ്ഞു മീനുകളാണ് കേട്ടോ. അയ്യോ, മുട്ട മീനുകളുണ്ട്. അത് ചില സമയത്തെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് മീൻ തീറ്റയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു കേട്ടോ. ഓവറായിട്ട് ഫീഡ് ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഓടി വന്ന് കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ താമസിച്ചത് സാധാ റൂമൊക്കെ ആയിരുന്നു കേട്ടോ. ലക്ഷറി റൂംസ് വേറെ അപ്പുറത്തെ സൈഡിലുണ്ട്, അവിടെ താമസിക്കും. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വലിച്ചു കയറ്റിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അത് പോകുന്ന പോലെ തോന്നുന്നു. അയ്യോ, തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിയിൽ ശിവലിംഗം കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ ചെരുപ്പ് ഒരു കാറിലിടാൻ പറഞ്ഞു. എൻ്റെ പൊന്നേ, കാല് പൊള്ളി എനിക്ക്. ഞങ്ങൾ ഇങ്ങനെ തണലത്ത് ഇങ്ങനെ കടയോട് ചേർന്ന് ഞാൻ വന്ന് നിൽക്കുക. കാല് പൊള്ളി, എനിക്ക് വേദനിക്കുന്നു. അങ്ങനെ തിരിച്ച് ചെരുപ്പെടുക്കാൻ വേണ്ടി കാറിലോട്ട് പോകുന്നു. പോ തിരിച്ചു പോയ എന്റെ അടുത്തെത്തിയായിരുന്നു. ഒരുപാട് നടക്കണമെന്ന് പിള്ളേരുടെ കാലിന്റെ നോക്ക്. ഞങ്ങൾ ചെരുപ്പെടുത്തുണ്ട്. അപ്പോ നമ്മൾ ആ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി കയറിയില്ല, നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് കുഴഞ്ഞ് പിന്നെ നാരങ്ങാ വെള്ളവും ജ്യൂസും ഒക്കെ കുടിക്കുമായിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിൽ നല്ല രസമായിരുന്നു ഈ റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ മൂടി പൊതിച്ചിരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വെയിലടിക്കുന്നത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിലിരിക്കുന്ന അവരുടെ നേർക്കാണ് AC ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 2 പേരുടെ മൂടി പൊതിച്ചൊക്കെ കിടക്കുന്നത്. അങ്ങനെ നീണ്ട വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ സീച്ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഞാനെന്താ എടുക്കാൻ ഒരു കവർ എന്തുവായിരുന്നടേ? ശിവലിംഗം വാങ്ങിച്ചോണ്ട് വന്നാ. ഇന്നാളൊരെണ്ണം വാങ്ങിച്ചു ഇവിടെ വെച്ചിരിക്കുക. ശിവലിംഗം പൂജാമുറി വെച്ചിരിക്കുക. അത് പിന്നെ ശിവലിംഗം ഒരെണ്ണം പൂജാമുറി വെച്ചിരിക്കുക. ഇത് അമ്പലത്തിൻ്റെ ഇല്ലേ? ഇതല്ലേ കല്യാണിയുടേത്? ഭയങ്കര ഒരു അമ്പലമല്ലേ? ഇതിനകത്ത് കയറി കാണുന്നോടെ തന്നെ നാനയ്ക്കുന്നു. എന്തോ മോനെ? അതോടെ 2 ദിവസം തൈരാ കൊടുത്തേ. കുഴപ്പമൊന്നുമില്ല. അഴിച്ചു വിടുമ്പോ ഇവരൊന്നുമില്ലെങ്കിൽ അവിടെ കയറും, അല്ലെങ്കിൽ മധുരയിൽ കയറും. പട്ടി അഴിച്ചു വിട്ടാല്
അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അമ്മ താണ്ട പെട്ടിയെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. അപ്പുക്കുട്ടൻ ഓടിയത് അവന് ഞാൻ ആമസോണിൽ നിന്ന് ഇങ്ങനെ ഒരു തോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പുക്കുട്ടൻ ഓടി അകത്തോട്ട് പോയത്. പിന്നെ അച്ഛൻ ശിവപുരാണം ഇവിടെ വീട്ടിലേക്ക് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അച്ഛനെ ഞാനിങ്ങനെ കാണിച്ചു, കാരണം അച്ഛൻ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഇതൊക്കെയാണ് കേട്ടോ. അപ്പുക്കുട്ടൻ അത് വന്നിട്ട് അമ്മേതായിട്ട് തോക്ക് വന്നു, അത് പൊട്ടിക്കുന്ന ധൃതിയിലായിരുന്നു. എനിക്കും കുറച്ച് കൊറിയർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞി വലിയ വ്ലോഗ്. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ സീ യു. സിച്ചേൻ്റെ വീട്ടിൽ സിച്ചേൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ മാറി നിൽക്കത്തില്ല കേട്ടോ. ഒരു ദിവസത്തിൽ കൂടുതൽ അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കത്തില്ല. അതുകൊണ്ടാണ് അവരെ കൊണ്ടുപോകാനൊന്നും പറ്റാത്തത്. പോട്ടെ, ശ്രുചേച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ സീ യു.